السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാധീനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ നമ്മൾ ആരംഭിച്ച മറാഖി അൽ വഅി എന്ന് പറഞ്ഞ കാലിക പ്രസക്തമായ ഗ്രന്ഥത്തിൻ്റെ പഠനം ഇക്കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്ന വളരെ പ്രസക്തമായ ഗ്രന്ഥത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അതിരുകളില്ലാത്ത വായനയോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിജ്ഞാന സമ്പാദന രംഗത്ത് ഈ കാലഘട്ടത്തിൽ വലിയ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അറിവ് നേടുന്നിടത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ശരിയല്ലാത്ത നിലപാടുകൾ, ശരിയല്ലാത്ത രീതികൾ ഇന്ന് ധാരാളമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനുമാണ് ഇന്നത്തെ സദസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിജ്ഞാന സമ്പാദന രംഗത്തുള്ള തകരാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനമാണ്. വളരെ കൂടുതലായി ഒരുപാട് അറിവുകൾ, ഒരുപാട് വിജ്ഞാനങ്ങൾ ഇന്ന് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പല കോണിലൂടെ, പല ചാനലുകളിലൂടെ, വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകൾ പലതും അവർക്ക് തോന്നി, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയുമെല്ലാം ചെയ്യാൻ നിർബന്ധിതരാകുന്ന ആ സാഹചര്യത്തിൽ നിലകൊള്ളുന്ന മുസ്ലിം യുവത ഇന്ന് നമുക്കറിയാം, എല്ലാവരും എഴുതുകയാണ്, എല്ലാവരും സംസാരിക്കുകയാണ്, എല്ലാവരും കേൾക്കുകയാണ്, എല്ലാവരും അവർക്ക് തോന്നിയതെല്ലാം മനസ്സിലാക്കുകയാണ്. എവിടെയാണ് കഴമ്പുള്ളത്, എവിടെയാണ് കഴമ്പില്ലാത്തത് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിലെ വിജ്ഞാന സമ്പാദന രംഗം മാറിയിരിക്കുകയാണ്. ശരിക്ക് ഈ ഒരു സംഭവ വികാസത്തെ ഒരു സമുദ്രത്തോട് നമുക്ക് ഉപമിക്കാൻ സാധിക്കും. കാറ്റും കോളുമടിക്കുന്ന, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ഒരു സമുദ്രത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന, അതിൽ മുങ്ങാൻ പോകുന്ന യുവാക്കളെ പോലെയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജനത. അങ്ങനെയുള്ള ആളുകളെ പോലെയാണ് നമ്മുടെ യുവാക്കൾ. എന്നിട്ട് ആ സമുദ്രത്തിലേക്ക് ഒരുപാട് കയറുകൾ ആ സമുദ്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ വളരെ ചുരുക്കം ചില കയറുകളുടെ തമ്പത്ത് പിടിച്ചാൽ, അതിൻ്റെ അറ്റത്ത് പിടിച്ചാൽ ആ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ മഹാഭൂരിഭാഗം വരുന്ന ആ കയറുകളിൽ ഏതെങ്കിലും ഒന്നിൽ പിടിച്ചാൽ അതിൻ്റെ അറ്റത്ത് ചൂണ്ടയുണ്ടാകും. ചൂണ്ടയിൽ നമ്മെ ആകർഷിക്കുന്ന ചില ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൽ പിടിച്ചു പോയാൽ അത് നാശത്തിലേക്കായിരിക്കും എത്തുക. ആ വളരെ അധികമുള്ള നാശഹേതുവാകുന്ന ചൂണ്ടകൾക്കിടയിൽ നിന്ന് ശരിയുടെ മാർഗത്തേക്ക് നമ്മളെ എത്തിക്കുന്ന വളരെ ചുരുക്കം ചില കയറുകൾ അത് തേടിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളോട്, ശരിയോട് യോജിക്കുന്ന വിവരങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ ശരിയായ മാർഗത്തിൽ
വിശ്വാസം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് അതിനുള്ള മാർഗം. അതിലേറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ തൗഫീഖ് തന്നെയാണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിജ്ഞാന വിസ്ഫോടനം, ഒരുപാട് അറിവുകൾ ഇങ്ങനെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പൂർണ്ണാർത്ഥത്തിൽ അതൊരു നെഗറ്റീവായ കാര്യമാണോ, അതൊരു പ്രശ്നമുള്ള കാര്യമാണോ? അല്ല, അതിൻ്റേതായ ഒരുപാട് പോസിറ്റീവുകളുണ്ട്. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഏതൊരു വിഷയവും, എന്തൊരു കാര്യത്തെയും വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ ചെറിയ അധ്വാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. നമുക്ക് എന്ത് കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലും വളരെ ചെറിയ അധ്വാനത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കും. മുൻകാലങ്ങളിൽ പലപ്പോഴും ആ വിവരങ്ങളൊക്കെ വലിയ അന്വേഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ നേടിയിരുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയിരുന്ന വിവരങ്ങൾ വളരെ ഞൊടിയുടെ നേരം കൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പോസിറ്റീവാണ്. ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു പോസിറ്റീവാണ്. അതേസമയം അതിൻ്റെ നെഗറ്റീവുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നെഗറ്റീവുകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായാലേ ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം നമുക്ക് തേടാൻ സാധിക്കുകയുള്ളൂ. ആ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ഈ ഒരു സ്ഥിതിവിശേഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഒരു ആധുനിക കാലഘട്ടത്തിലെ വിജ്ഞാന സമ്പാദന രംഗത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട്, എത്രത്തോളം ആഴവും പരപ്പുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഇന്ന് ലോകത്ത് ഈ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു മിനിറ്റ് കൊണ്ട് 3,50,000 ട്വീറ്റുകൾ ട്വിറ്ററിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ അത് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. 500 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ ഒരു മിനിറ്റ് കൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. 75 ലക്ഷം വീഡിയോകൾ ഒരു മിനിറ്റ് കൊണ്ട് യൂട്യൂബിൽ കാണപ്പെടുന്നുണ്ട്. 200 മില്യൺ ഇമെയിലുകൾ ഒരു മിനിറ്റ് കൊണ്ട് ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. 41,000 പോസ്റ്റുകൾ ഒരു മിനിറ്റ് കൊണ്ട് FBയിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 43,000 ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മിനിറ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് മാത്രം ലോകത്ത് നടക്കുന്ന വിവര സാങ്കേതിക രംഗത്ത് നടക്കുന്ന വിവര കൈമാറ്റങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാർ, ഇനി ഇത്രയധികം സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള സോഷ്യൽ മീഡിയയിലൂടെ, അത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ അറിവിൻ്റെ കൈമാറ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളുടെ കൈമാറ്റം അത്രയധികം നടക്കുന്ന കാലഘട്ടമായിട്ടുകൂടി നമ്മൾ പാരമ്പര്യമായി വിജ്ഞാന സമ്പാദനത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന പുസ്തകങ്ങൾ, പ്രിൻറ്റിംഗ് പ്രസ്സുകൾ, അതിൽ കുറവുണ്ടോ? അതിൽ കുറവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വർഷം തോറും ഒരുപാട് പുസ്തകങ്ങൾ, 2 മില്യൺ പുസ്തകങ്ങൾ, 2 മില്യണിലധികം പുസ്തകങ്ങൾ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ 10,000 മുതൽ 8,000 വരെയുള്ള പബ്ലിഷിംഗ് ഹൗസുകൾ, പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷിംഗ് ഹൗസുകൾ ഓരോ വർഷവും പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വിശാലമാണ് ആധുനിക ലോകത്തെ ഈ ഒരു വിവര കൈമാറ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ഒരു വിജ്ഞാന കൈമാറ്റ രംഗത്ത്, വിജ്ഞാന സമ്പാദന രംഗത്ത് അതിനുപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ ധാരാളം പ്ലാറ്റ്ഫോമുകളിലൂടെ വിജ്ഞാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പരമ്പരാഗതമായി അതിന് സ്വീകരിച്ചു പോരുന്ന, കാലങ്ങളായി അതിന് സ്വീകരിച്ചു പോരുന്ന പുസ്തകങ്ങൾ, അതുപോലെ മാഗസിനുകൾ, പത്രങ്ങൾ, അതുപോലെ ക്ലാസ്സുകൾ, സെമിനാറുകൾ, ടെലിവിഷൻ പ്രോഗ്രാമുകൾ, സിനിമകൾ, സീരിയലുകൾ, ഇതിലൂടെയൊക്കെ ഈ തരത്തിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പുറമെ ആധുനിക ലോകത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീഡിയോ ക്ലിപ്പുകൾ, മോഷൻ ഗ്രാഫിക്സുകൾ, അതുപോലെ ഇൻഫോഗ്രാഫിക്സുകൾ, അത്തരത്തിൽ തുടങ്ങിയ ട്വീറ്റുകളും പോസ്റ്റുകളും, വിഷ്വൽ ഓഡിയോ ക്ലാസ് റൂമുകളും, അങ്ങനെ തുടങ്ങിയ അതിൻ്റെതായ നൂതനമായ മാർഗങ്ങൾ വേറെയും. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ പുറത്തേക്ക്, ഇതൊക്കെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളിൽ നടക്കുന്നതോ അത് വേറെ, ഡോക്യുമെൻ്ററികളായിട്ടും, അതുപോലെ കൾച്ചറൽ സലോനുകളായിട്ടും, കൾച്ചറൽ കഫേകളായിട്ടും, അതുപോലെ സാറ്റലൈറ്റ് ചാനലുകളിൽ നടക്കുന്ന സംഭാഷണങ്ങളും അതുപോലെ സംവാദങ്ങളുമായിട്ടും
ഓഡിയോ ബുക്സ് ആയിട്ടും അങ്ങനെ പലതരത്തിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾ കളിക്കുന്ന ഇലക്ട്രോണിക് ഗെയിമുകൾ പോലും കേവലമായ ഒരു ആസ്വാദനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിലൂടെയെല്ലാം ഒരുപാട് മെസ്സേജുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതിലൂടെയെല്ലാം ആ ഗെയിമുകൾ ഉണ്ടാക്കിയ അതിൻ്റെ പിന്നിൽ അവർക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അവർ ജനങ്ങളിലേക്ക്, കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ തെറ്റായ ആശയങ്ങൾ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതാണ് ഈ ഒരു വൈവിധ്യമാർന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ വിജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമതായി അതിൻ്റെ ഒരു പ്രത്യേകത, ഈ മേൽ നമ്മൾ പറഞ്ഞ രണ്ടു കാര്യങ്ങളും നടക്കുന്നതിൻ്റെ കൂടെ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ അറിവുകൾ സ്വീകരിക്കേണ്ടത്, അതിന് നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കപ്പെടുന്നുണ്ടോ സമൂഹത്തിൽ? അത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അതുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലെ, സമൂഹത്തിൽ ഇങ്ങനെ പലതരത്തിൽ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൽ എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കണ്ട എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന, അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നം. നാലാമതായി ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും പ്ലാറ്റ്ഫോമുകളും ഏറ്റവും അധികം അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ഇവിടുത്തെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും വ്യതിയാന കക്ഷികളും ഇസ്ലാമിനെതിരായ ആശയ അടിത്തറകൾ വെച്ചു പുലർത്തുന്ന അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കളുമാണ്. അവർ അതിന് ഏറ്റവും നന്നായി അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രശ്നമാണ്. അഞ്ചാമതായി ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതിനിടയിൽ വലിയ തരത്തിൽ വൈജ്ഞാനികമായ വഞ്ചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈജ്ഞാനികമായ വഞ്ചനകൾ നടക്കുന്നുണ്ട്. എന്താണ് വൈജ്ഞാനികമായ വഞ്ചന എന്ന് പറഞ്ഞാൽ? തെറ്റായ ആശയങ്ങളെ, തികച്ചും അബദ്ധജടിലമായ വാദങ്ങളെ വലിയ ശാസ്ത്രീയമായ ബുദ്ധിപരമായ ആശയങ്ങളായി അവതരിപ്പിക്കപ്പെടുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ, പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നത് അതാണ്. വലിയ സംഭവമായി, വലിയ ബുദ്ധിപരമായ ആശയമായി അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താണ് അവതരിപ്പിക്കപ്പെടുന്നത്? വലിയ മണ്ടത്തരങ്ങളാണ്, വലിയ ഭോഷത്തരങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ വലിയ സംഭവങ്ങളാക്കി അവതരിപ്പിക്കപ്പെടുന്നു. അത് വൈജ്ഞാനികമായ വലിയ വഞ്ചനകൾ ഈ രംഗത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ആറാമതായി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അടുത്തൊരു പ്രശ്നം, ഈ രംഗത്തുള്ള മറ്റൊരു പ്രശ്നം, ഇന്നെല്ലാവർക്കും വേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ക്യാപ്സൂളായിട്ട് വിവരങ്ങൾ കിട്ടണം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ വാക്കിൽ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എങ്ങനെ അത് മനസ്സിലാക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താ? അല്ലെ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യും നമുക്ക് വേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്. അതിൽ റിസൾട്ട് വരുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ റിസൾട്ടിൽ വരുന്ന കാര്യം അത് തന്നെയാണ്, അത് മനസ്സിലായി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ റിസൾട്ട് തെറ്റാണോ ശരിയാണോ, അതിൽ അബദ്ധങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് സൂക്ഷ്മമായ വിവരങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. എളുപ്പത്തിൽ ആദ്യം കിട്ടുന്നത് എന്താണോ അതിൽ മതിയാക്കുകയാണ്. മടി കൊണ്ട്, അലസത കൊണ്ട്, തെദ്ഖീഖില്ലാതെ, സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്താതെ, ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, അങ്ങനെയുള്ള പരിശ്രമമല്ല, അങ്ങനെ ആ ഒരു തരത്തിലേക്ക് ആളുകളുടെ മനോഭാവം മാറ്റപ്പെടുമ്പോൾ അത് ശരിയേക്കാൾ തെറ്റുകൾ ആളുകൾ മനസ്സിലാക്കാൻ അവിടെ സാധ്യത കൂടുതലാണ്. ഏഴാമതായി ഈ ഒരു കാലഘട്ടത്തിലെ വിജ്ഞാന സമ്പാദന രംഗത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയധികം വിജ്ഞാനങ്ങൾ, അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള യുവാക്കൾ, യുവതികൾ, അവർക്ക് അറിവ് കൊണ്ടവർ വളരെ പരിമിതിയുള്ളവരാണ്, പ്രായം കൊണ്ടും പരിചയം കൊണ്ടും പരിമിതിയുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് വ്യത്യസ്ത കോണുകളിലുള്ള വ്യത്യസ്ത ആശയധാരകളുടെ വക്താക്കൾ അവരുടെ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴത്തിൽ അറിവില്ലാത്ത, പരിചയമില്ലാത്ത, പക്വതയില്ലാത്ത യുവാക്കൾ, യുവതികൾ അത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അവർക്ക് വ്യക്തമായി മാർഗനിർദ്ദേശം നൽകുവാൻ, അവർക്ക് ശരിയും തെറ്റും വിവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളെയും, ഏതൊക്കെ വ്യക്തികളെയും, ഏതൊക്കെ സോഴ്സുകളെയുമാണ് അവലംബിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ആളുകളില്ല, അത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എട്ടാമതായി ആധുനിക കാലഘട്ടത്തിലെ ഈ ഒരു വിജ്ഞാന സമ്പാദന രംഗത്തുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് തെദറുജ് ഇല്ല എന്നുള്ളതാണ്. എന്താണ് തെദറുജ് എന്ന് പറഞ്ഞാൽ? ഏതൊരു അറിവാണെങ്കിലും, ഏതൊരു വിഷയമാണെങ്കിലും അതിൽ
ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പഠനമുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട ആദ്യപടിയായി നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും. ഒന്നും അറിയാത്തവർ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ പിന്നീട് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല അടിസ്ഥാന ധാരണകളൊക്കെ ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ആ വിഷയത്തിലെ ആഴത്തിലുള്ള ചർച്ചകളുണ്ടാകും. ഈ ഒരു വ്യത്യാസം ഒന്നും പരിഗണിക്കാതെ ആർക്കും എന്തും കിട്ടുന്നൊരു സാഹചര്യമാണ്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ പോലും വലിയ വിഷയങ്ങൾ അവൻ്റെ മുമ്പിൽ അവൻ സെർച്ച് ചെയ്യുമ്പോൾ അത് വരികയാണ്. അത് മനസ്സിലാക്കാനുള്ള അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുമ്പേ അവനുണ്ടാകേണ്ട അടിസ്ഥാന വിജ്ഞാനം അവനില്ല. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അടിസ്ഥാന ധാരണകൾ അവൻ്റെ മുമ്പിലില്ല. അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ വിജ്ഞാനത്തിലുമുള്ള അറിവും പരിമിതിയും പരിഗണിക്കപ്പെടാതെ ആർക്കും എന്തും ലഭിക്കുന്ന, ആരും എന്തും കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അബദ്ധജടിലമായ വിശ്വാസങ്ങളും ധാരണകളും അറിവുകളും ആളുകളുടെ മനസ്സിൽ അത് ഉണ്ടാകുവാൻ വലിയ കാരണമായി അത് തീരുമെന്നുള്ളതാണ്. 9ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ശരിക്ക് വ്യക്തമായി ഘടനയില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾക്ക് അധിഷ്ഠിതമല്ലാതെയുള്ള എന്തും തുറന്നു നോക്കുവാനുള്ള ഓപ്പൺനെസ്, എന്തും വായിക്കും, എന്തും കാണും, എന്തും കേൾക്കും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം യഥാർത്ഥത്തിൽ വലിയ അപകടമാണ് വിളിച്ചു വരുത്തി വെക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമായി, ശറഇൻ്റെ ഭാഗമായി വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ കാണാനും കേൾക്കുവാനും വായിക്കാനുമെല്ലാം പരിമിതിയുള്ള പല വിഷയങ്ങളുണ്ട്. അതിന് അർഹതയുള്ള, അത് കാണാനും വായിക്കുവാനും അർഹതയുള്ള, അതിന് കഴിവുള്ള, അറിവുള്ളവർ മാത്രം വായിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം അങ്ങനെ ഒന്നുമല്ലാത്ത എല്ലാവർക്കും കിട്ടുകയാണ്. പിഴച്ച ആശയ അടിത്തറകളുള്ള വ്യതിയാന കക്ഷികൾ, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ വ്യതിയാന കക്ഷികളുടെ പുസ്തകങ്ങൾ അത് ആരുടെ കയ്യിലേക്കും ചെന്നെത്തുകയാണ്. നിരീശ്വരവാദികളുടെ, നാസ്തികരുടെ പുസ്തകങ്ങളും അവരുടെ ക്ലിപ്പുകളും അത് ആരുടെ കയ്യിലേക്കും എത്തുകയാണ്. ആഭിചാരക്രിയ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ആർക്കും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ ജ്യോതിഷവും രാശികളെക്കുറിച്ചുള്ള അറിവും, ഇസ്ലാമികമായി ജ്യോതിഷം എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്. പക്ഷേ ഇന്ന് ആര് വിചാരിച്ചാലും ജ്യോതിഷം അവർക്ക് പഠിക്കാൻ പറ്റും, ഹറാമായ വിജ്ഞാനങ്ങൾ അവർക്ക് നേടാൻ പറ്റും. അത്തരത്തിലൊരു മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നാശങ്ങളിലേക്ക് അവനെ എത്തിക്കുന്ന തരത്തിലുള്ള എന്ത് കാര്യവും ആർക്കും നേടാൻ കഴിയുന്ന, ആർക്കും അത് വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ചുരുക്കത്തിൽ ഈ ഒരു വിജ്ഞാന സമ്പാദന രംഗത്തുള്ള ഈ ഒരു തകരാറുകൾ, ഇതിൻ്റെ അനന്തരഫലമായി, ഇതിൻ്റെ റിസൾട്ടായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. 3 പ്രശ്നങ്ങളാണ് ഇതിൻ്റെ റിസൾട്ടുകളായി ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വൈജ്ഞാനിക ബഹളം എന്ന് നമുക്ക് പറയാം. വൈജ്ഞാനികമായ ഈ ഒരു പല തരത്തിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളിലും അതിൽ അകപ്പെട്ടു പോയി അതിൽ മാനസികമായി വിഭ്രാന്തി അനുഭവിക്കുന്ന സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, പലരും പലതും പറയുന്നു. ഇതിൽ എന്താണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ആര് പറയുന്നതാണ് സത്യമെന്ന് അറിയുന്നില്ലല്ലോ, ഇതിൽ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു, അല്ലെ, ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക്, മാനസികമായ വിഭ്രാന്തിയിലേക്ക് ആളുകൾ ചെല്ലുന്നു അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ആളുകൾ ആകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആളുകളുടെ വിശ്വാസത്തിൽ, അതുപോലെ തന്നെ ആളുകളുടെ മാനസികാവസ്ഥയിൽ, അവരുടെ മാനസികാരോഗ്യത്തെയെല്ലാം വളരെ സാരമായി ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതായി ഇതിൻ്റെ പ്രശ്നം, ഈ ഒരു വിജ്ഞാന രംഗത്തുള്ള ഈ ഒരു വിസ്ഫോടനത്തിൻ്റെ പ്രശ്നമായി നിലനിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ നമ്മൾ അറിവ് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, യഥാർത്ഥത്തിൽ നമ്മൾ ശരിയായ വിജ്ഞാനം നമ്മൾ സ്വാംശീകരിക്കേണ്ട അതിനുള്ള വിജ്ഞാന സമ്പാദന മാർഗങ്ങൾ, അതിനുള്ള സ്രോതസ്സുകൾ, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. പ്രസക്തി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള വിജ്ഞാന സമ്പാദന മാർഗങ്ങൾ, നമുക്ക് ഉറപ്പുള്ള വിശ്വസനീയമായ മാർഗങ്ങൾ, അതൊന്നുമല്ലാത്ത അവിശ്വസനീയമായ വിജ്ഞാന സമ്പാദനത്തിന് ഉപയോഗിക്കാൻ കൊള്ളാത്ത മാർഗവുമായി അത് രണ്ടും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകുന്ന, എവിടുന്നാണ് ഞാൻ അറിവ് സ്വീകരിക്കേണ്ടത്, ആരുടെതാണ് ഞാൻ കേൾക്കേണ്ടത് എന്നറിയാത്ത ഒരു രീതിയിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. ആളുകൾ ഇന്ന് വായിക്കാൻ പ്രേരിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. വായനയ്ക്ക് ഭയങ്കരമായ പ്രേരണ കൊടുക്കുന്ന സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ട്. അതേസമയം സങ്കടകരമെന്ന് പറയട്ടെ, ശരിയായ വായനയിലേക്ക് പ്രേരണ കൊടുക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ വളരെ വിരളമാണ്. വായന എന്നതിലുപരി ശരിയായ വായനയിലേക്ക്, വായിക്കേണ്ടത് വായിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നവർ
വളരെ സംശുദ്ധമായ വൈജ്ഞാനികമായ ഇസ്ലാമിക പൈതൃകത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള മാർഗങ്ങളിൽ നിന്ന് അറിവ് നേടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രേരണകൾ നൽകുന്നത് ഇന്ന് സമൂഹത്തിൽ വളരെ കുറവാണ്. മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട എത്രയെത്ര വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പരിഭാഷ, അമാനി മൗലവി റഹ്മഹുല്ലയുടെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ തഫ്സീർ, ഉമർ മൗലവി റഹ്മഹുല്ലയുടെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ, അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ അത് വായിക്കുവാനുള്ള പ്രേരണ സമൂഹത്തിൽ നൽകപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ വിരളമായി മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സുന്നത്തിനെ കുറിച്ച് പഠിക്കുവാൻ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ രചിച്ച, മലയാളക്കരയിലെ സലഫി പണ്ഡിതന്മാർ രചിച്ച അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ അത് വായിക്കുവാനുള്ള പ്രേരണകൾ നൽകപ്പെടുന്നുണ്ടോ, അതിനു വേണ്ട പ്രമോഷനുകൾ നൽകപ്പെടുന്നുണ്ടോ ചോദിച്ചാൽ അത് വളരെ വിരളമാണ്. ഇനി അറബി അറിയുന്നവരാണെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ പോലെയുള്ള, സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള, കിതാബു തൗഹീദ് പോലെയുള്ള, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ അതിന് പ്രേരണയും അതിനുള്ള ഒരു ഉന്മേഷവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം എന്തും വായിക്കുവാനുള്ള പ്രേരണയാണ് സമൂഹത്തിലുള്ളത്. മൂന്നാമതായി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിജ്ഞാന വിസ്ഫോടനം കൊണ്ടുള്ള മൂന്നാമത്തെ ഒരു പ്രശ്നം, നമ്മുടെ മുസ്ലിങ്ങളായ ചെറുപ്പക്കാരികളെ അവരുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ മനസ്സുകളിലേക്ക് കയറിക്കൂടി എന്നുള്ളതാണ്. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ ആരാധിക്കുന്ന, പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ബോംബ് വെച്ച് നശിപ്പിക്കുവാൻ, കൊന്നുകളയുവാൻ മാത്രം തീവ്രവാദപരമായ ചിന്ത ഒരു യുവാവിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അത്തരത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എക്സ് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം വിട്ടു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളരെ നീചമായ ആക്ഷേപങ്ങൾ വിശുദ്ധ ഖുർആനിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനുമെതിരെ പറയുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? സഹോദരന്മാരെ, പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർ വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ട ഏതെങ്കിലും ഒരു പോസ്റ്റായിരിക്കും, ഒരു വീഡിയോ ക്ലിപ്പായിരിക്കും. അതായിരിക്കും അതിനൊക്കെ അവർക്ക് പ്രേരകമായി, അതിൻ്റെ കാരണമായി ഭവിച്ചിട്ടുണ്ടാവുക. അവർ വെറുതെ ഇരുന്നപ്പോൾ സമയം കളയാൻ വേണ്ടി അവരുടെ കണ്ണുകൾ പായിച്ച ചില വെബ്സൈറ്റുകളോ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ആയിരിക്കും അതിന് കാരണമായിട്ടുണ്ടാവുക. എങ്കിൽ സഹോദരന്മാരെ, വലിയ അപകടമാണ് ഈ ഒരു സാഹചര്യത്തിൽ. വിജ്ഞാന സമ്പാദന രംഗത്ത് ആധുനിക മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കൾ നേരിടുന്നത് വലിയ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനോട് ശരണം തേടുകയും അവനോട് സഹായം തേടുകയും ചെയ്യുകയല്ലാതെ വേറെ മാർഗം ആത്യന്തികമായി നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ശരിയായ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട മതപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ, വ്യതിയാനങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ മാത്രമാണ് ഇന്നിവിടെ പറയുന്നത്. സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കാവുന്നവരാണ് നമ്മൾ. 1400 വർഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുതൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വരച്ചു കാണിച്ചു തന്ന കൃത്യമായ മാർഗങ്ങൾ വിജ്ഞാന സമ്പാദന രംഗത്ത് മുസ്ലിങ്ങൾക്കുണ്ട്. ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുണ്ട്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് പറഞ്ഞു തന്ന വിജ്ഞാന സമ്പാദന രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളുണ്ട്. അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സദസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലാ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം ശിഷ്യനായിരുന്ന താബിഈ വര്യൻ ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞ വാചകമുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂന ദീനകും. ഈ മതം എന്നുള്ളത്, ഈ വിജ്ഞാനം എന്നുള്ളത് നിങ്ങളുടെ മതമാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന അറിവ്, വിജ്ഞാനം എന്നുള്ളത് നിങ്ങളുടെ മതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മതം ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ മതത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ, വിശ്വാസ അടിത്തറകളുടെ ഭാഗമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ ബാധിക്കാനിടയുള്ള വിഷയങ്ങൾ, അതൊക്കെ സ്വീകരിക്കുമ്പോൾ, അതൊക്കെ പഠിക്കുമ്പോൾ, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, എവിടെ നിന്നാണത് മനസ്സിലാക്കുന്നത് എന്നത്
വളരെയധികം ശ്രദ്ധിക്കുകയും അതിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ദീനിൽ, നമ്മുടെ മതത്തിൽ, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ഉറപ്പുള്ള വിശ്വസനീയമായ വ്യക്തികളിൽ നിന്ന്, അങ്ങനെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് മാത്രം നമ്മൾ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഫിത്നകൾക്ക് നമ്മൾ സ്വയം അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഫിത്നകളിലേക്ക് അങ്ങോട്ട് പോകാതിരിക്കുക. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാൻ ഇടയുള്ള ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സമിഅ ബിദ്ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് ദജ്ജാലിനെ കുറിച്ച് ആരെങ്കിലും കേട്ടാൽ ഫൽയൻഅ അൻ, ആ ദജ്ജാലിൽ നിന്ന് അവൻ അകന്നു പോകട്ടെ എന്നാണ്. ദജ്ജാൽ വന്നോ, എന്നാൽ അവനെ ഒന്ന് കാണണമല്ലോ, എങ്ങനെയാണെന്ന് അവസ്ഥ ഒന്ന് അറിയണമല്ലോ. ജിജ്ഞാസ കൊണ്ട് ആളുകളെ, ക്യൂരിയോസിറ്റി പലപ്പോഴും അതിനാണ് ആളുകളെ പ്രേരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനിൽ നിന്നും അകന്നു പോകണമെന്നാണ് പറയുന്നത്. എന്താ കാരണം? ഫവല്ലാഹി ഇന്നർ റജുല ലയതീഹി വഹുവ യഹ്സബു അന്നഹു മുഅ്മിനുൻ, വിശ്വാസിയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മുഅ്മിനാണെന്ന് വിചാരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യർ, അങ്ങനെയുള്ള ചില ആളുകൾ ദജ്ജാലിൻ്റെ അടുത്തേക്ക് പോകും, ദജ്ജാലിനെ കാണാൻ വേണ്ടി പോകും. പക്ഷേ അവൻ വിശ്വാസിയാണെന്ന് കരുതിയ വ്യക്തിയാണ് പോകുന്നത്. ഫയത്തബിഉഹു മിമ്മാ യബ്അസു ബിഹി മിനശ്ശുബ്ഹാത്ത്, ആ ദജ്ജാൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ, സംശയങ്ങളിൽ, ചോദ്യങ്ങളിൽ അവൻ പെട്ടുപോയി ദജ്ജാലിനെ പിൻപറ്റുന്ന സ്ഥിതിവിശേഷം, ദുരന്തം അവനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാർ, ആരാണ് ദജ്ജാൽ? നെറ്റിത്തടത്തിൽ കാഫിർ എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചവനാണ് ദജ്ജാൽ. എന്നിട്ടുകൂടി വിശ്വാസികൾ അവൻ്റെ വഞ്ചനയിൽ പെട്ടുപോകുമെങ്കിൽ, അവനുണ്ടാക്കുന്ന ശുബ്ഹാത്തുകളിൽ പെട്ടുപോകുമെങ്കിൽ, ഇന്ന് സഹോദരന്മാരെ, ശുബ്ഹാത്തുകൾ, ഇന്ന് ആശയക്കുഴപ്പങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അത് അലങ്കരിക്കപ്പെട്ടുകൊണ്ടാണ്, അത് മോടി പിടിപ്പിക്കപ്പെട്ടുകൊണ്ടാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? എങ്കിൽ അങ്ങനെയുള്ള ശുബ്ഹാത്തുകളെ, അങ്ങനെയുള്ള ദീനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള മാർഗങ്ങളെ, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഫിത്നകളിലേക്ക് അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും അറിവുള്ള, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ജൂതന്മാരുടെ, യഹൂദികളുടെ ഒരു പുസ്തകം വായിക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ ശകാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു? നമ്മുടെ അറിവ് എവിടെ നിൽക്കുന്നു? എന്ത് ധൈര്യമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ശുബ്ഹാത്തുകൾ വരാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ചാനലുകളിൽ, അത്തരത്തിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ചാനലുകളിൽ, അക്കൗണ്ടുകളിൽ, ഗ്രൂപ്പുകളിൽ അതിൽ കയറിയിരിക്കാൻ, അതിൽ വരുന്ന മെസ്സേജുകൾ നോക്കാൻ, കാണാൻ എങ്ങനെയാണ് നമുക്ക് ധൈര്യപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരന്മാരെ, അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാനദണ്ഡം എന്നുള്ളത് ശറഅ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ശറഅ ആയിരിക്കണം എല്ലാ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ മാനദണ്ഡം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൻ്റെ 59-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞില്ലേ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കുമാണ് ആ വിഷയത്തെ മടക്കേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളെ, അതിൻ്റെ വിധികളെ നിങ്ങൾ തേടേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്, അവൻ്റെ പ്രവാചകനിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്കിൽ നമ്മുടെ മടക്കമെന്നുള്ളത് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, നെറിയും മനസ്സിലാക്കുവാൻ നമ്മൾ മടങ്ങേണ്ടത് നമ്മുടെ ചിന്തയിലേക്കോ, ബുദ്ധിയിലേക്കോ, നമ്മുടെ ശീലങ്ങളിലേക്കോ, നമ്മുടെ അഭിപ്രായങ്ങളിലേക്കോ, ചില വ്യക്തികളുടെ വീക്ഷണങ്ങളിലേക്കോ അല്ല, മറിച്ച് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും പറയുന്നത് പ്രകാരം
നമ്മൾ കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുക. തെറ്റും ശരിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുക. അത് ഏത് വിഷയമാണെങ്കിലും, അത് ശാസ്ത്രീയ വിഷയമാണെങ്കിലും മറ്റുള്ള ഏതൊക്കെ മേഖലയിലുള്ള സാമൂഹിക വിഷയമാണെങ്കിലും അവിടെയൊക്കെ ശരി തെറ്റുകൾ തീരുമാനിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രമാണങ്ങളെയാണ്. പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നാൽ അത് ശരിയാണ്, പ്രമാണങ്ങൾക്കെതിരാണോ അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമതായി ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തെ മുറുകെ പിടിക്കുക, പൂർവ്വസൂരികളുടെ പാതയെ മുറുകെ പിടിക്കുക. എന്താണ് ഇത്തരം വിഷയങ്ങളിലെ മുൻഗാമികളുടെ മാർഗം? മഹാന്മാരായ സ്വഹാബിമാരും താബിഈ വര്യങ്ങളും തബഉ താബിഈകളുമെല്ലാം അവർ വരച്ചു കാണിച്ചു തന്ന വ്യക്തമായ മാർഗമുണ്ട്. ശുബ്ഹാത്തുകളിൽ പെട്ടുപോകാതിരിക്കാൻ, വ്യതിയാനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ അവർ സ്വീകരിച്ചിരുന്ന മാർഗമെന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അവയെ പരിഗണിക്കാതിരിക്കുക, അവഗണിക്കുക എന്നുള്ളതാണ്. വ്യതിയാന കക്ഷികളെ അവഗണിക്കുക, അവർക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. എന്താണ് അവർ ഈ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം? ഇന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് പോലെ ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, എന്താ പറയുന്നതെന്ന് അറിയാലോ, എന്താണ് എങ്ങനെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ കേൾക്കാലോ എന്നല്ല അവർ ചിന്തിച്ചിരുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമായി കണ്ടിരുന്നത് ഹിദായത്തിനെയാണ്, ഈമാനിനെയാണ്. ആ ഈമാനിനെ കളഞ്ഞു കുളിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സാധ്യതകൾക്ക് മുതിരാൻ അവർ തയ്യാറായിരുന്നില്ല. ഏറ്റവും അധികം ഈമാൻ ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ട് ആ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് അവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപകാരമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. നമുക്ക് നമ്മുടെ ദീനിനും ദുനിയാവിനും ഖൈറുള്ള ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ പറഞ്ഞ വാചകമല്ലേ, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ അതിന് നീ താല്പര്യം കാണിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇടപഴകുമ്പോഴും, എന്തൊരു പ്രവൃത്തിയിൽ നമ്മൾ മുഴുകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പ്രവർത്തനം കൊണ്ട്, ഈ കാര്യം കൊണ്ട് എൻ്റെ ദീനിൽ എനിക്ക് എന്താണ് ഉപകാരം, എന്താണ് ഖൈറ്, എൻ്റെ പരലോകത്ത് എനിക്ക് എന്താണ് ഖൈറ്, എൻ്റെ ദുനിയാവിൽ എനിക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വായനയുടെ രംഗത്തും അങ്ങനെ തന്നെയാണ്, വിജ്ഞാന സമ്പാദന രംഗത്തും അങ്ങനെ തന്നെയാണ്. എന്തും വായിക്കുക എന്നുള്ളതല്ല. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നമ്മൾ വായിക്കാൻ പറയപ്പെട്ട സമുദായമാണ്, പക്ഷേ വായിക്കാൻ പറയപ്പെട്ട സമുദായമായിട്ട് കൂടി ഈ സമുദായം വായിക്കുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? റബ്ബിൻ്റെ മാർഗത്തിൽ വായിക്കാൻ പറയപ്പെട്ട സമുദായമാണ് നമ്മൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് മാത്രമല്ല, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കാൻ പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് നമ്മൾ. അങ്ങനെ വായിക്കാൻ പറ്റിയ കാര്യങ്ങളായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്, നമുക്ക് ഉപകാരമുള്ളതായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നാശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള, നമ്മുടെ ദീനിനെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള എന്തും വായിക്കുക, എന്തും കാണുക എന്നുള്ളതല്ല നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ദുനിയാവിൽ നമുക്ക് ഉപകാരമുള്ളത് വായിക്കാം, ആഖിറത്തിൽ സൗഭാഗ്യം ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, പരലോകത്ത് വെച്ച് ഒരു ഗ്രന്ഥം വായിക്കുവാൻ നമ്മോട് പറയപ്പെടും. ഏതാണ് ഗ്രന്ഥം? ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നമ്മുടെ കർമ്മരേഖയാണത്. നിന്റെ കർമ്മരേഖ നീ വായിച്ചു നോക്ക്, ഇന്ന് നിന്റെ വിചാരണ നടത്തുവാൻ നീ തന്നെ മതിയായവനാണ് എന്ന് പറയപ്പെടുമ്പോൾ പരലോകത്ത് വെച്ച് ആ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉപകാരം ലഭിക്കുന്നത് നമ്മൾ വായിക്കണം. അന്ന് സൗഭാഗ്യം ലഭിക്കാൻ കാരണമാകുന്നതാണ് നമ്മൾ വായിക്കേണ്ടത്. അല്ലാതെ വായന തന്നെ ഒരു ലക്ഷ്യമാക്കുക എന്നുള്ളതല്ല. വായന എന്നുള്ളത് മാർഗമാണ്, വിജ്ഞാനം സ്വീകരിക്കുക എന്നുള്ളത് മാർഗമാണ്. എന്തിനുള്ള മാർഗം? ലക്ഷ്യം നേടുവാൻ, വിജയം വരിക്കുവാൻ, സൗഭാഗ്യം ലഭിക്കുവാൻ, പരലോക വിജയം നേടുവാൻ, ആ ലക്ഷ്യം നേടുവാനുള്ള മാർഗമായിക്കൊണ്ടാണ് നമ്മൾ വായനയെ, പഠനത്തെ കാണേണ്ടത്. സൂറത്തുൽ ഹാഖയുടെ 19-20 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ പരലോകത്ത് നിന്ന് വിളിച്ചു പറയും, ഇതാ എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, എൻ്റെ കർമ്മരേഖ വായിച്ചു നോക്കൂ, നിങ്ങൾ നോക്കൂ, എൻ്റെ ഗ്രന്ഥം നിങ്ങൾ നോക്കൂ എന്ന് വിളിച്ചു പറയുന്ന, സന്തോഷത്തിൻ്റെ പ്രഖ്യാപിക്കുന്ന വിശ്വാസികൾ, സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ പരലോകത്തുണ്ടാകും. എങ്ങനെയാണിത് ലഭിക്കുക? വായിക്കേണ്ട സൗഭാഗ്യം ലഭിക്കുവാൻ വായിക്കേണ്ടത് മാത്രം വായിച്ചവരാണവർ. നേരെ തിരിച്ച്
നേരെ തിരിച്ച് യാ ലൈതനി ലം ഊത കിതാബിയ, എൻ്റെ കർമ്മരേഖ ഈ ഗ്രന്ഥം എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയപ്പെടുന്നവരുമുണ്ട്. എന്താണ് അവർക്കുണ്ടായ പ്രശ്നം? അവർ വായിക്കേണ്ടാത്ത പലതും വായിച്ചു, കാണേണ്ടാത്ത പലതും കണ്ടു, കേൾക്കേണ്ടാത്ത പലതും കേട്ടു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നമ്മെ അകറ്റുന്ന, നമ്മുടെ പരലോകത്തെ മീസാനിന് കനം തൂങ്ങുന്ന, നമ്മുടെ ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള റബ്ബിൻ്റെ നാമത്തിൽ വായിക്കാൻ സാധിക്കുന്നതായിരിക്കണം നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ എന്തും വായിക്കുക എന്നുള്ള മനോഭാവമല്ല നമുക്ക് വേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പറയും, ദീൻ എന്നുള്ളത് അത്ര നിസാരമായ കാര്യമൊന്നുമല്ലല്ലോ, ഏതെങ്കിലും ഒരു ആശയക്കുഴപ്പം കേൾക്കുമ്പോഴേക്ക് അതിന് ഉത്തരമില്ലാത്തതാണോ അള്ളാഹുവിൻ്റെ ദീൻ? എന്ത് ആശയക്കുഴപ്പമുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ, എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെയുള്ള മറുപടി അള്ളാഹുവിൻ്റെ ദീനിലുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയും. അതുകൊണ്ട് നമുക്ക് എന്തും വായിക്കാം, അതൊന്നും പ്രശ്നമില്ല, എല്ലാത്തിനുമുള്ള മറുപടി ഇസ്ലാമിലുണ്ട്, എല്ലാത്തിനുമുള്ള മറുപടി ഖുർആനിലും സുന്നത്തിലുമുണ്ട്, അങ്ങനെ വായിക്കാൻ നമുക്കൊരു നിയന്ത്രണമൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന, അങ്ങനെ വാദിക്കുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു അബദ്ധ ജഡിലമായ ധാരണയാണ്. അത് വളരെ തെറ്റായ ഒരു നിലപാടാണ് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ ചോദിക്കും, നീ അത്ര ദുർബലനാണോ? എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം കേൾക്കുമ്പോഴേക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ? ഇത്ര ഈമാനില്ലാത്തവനാണോ നീ? ഇത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്താ പറയുക? ഇല്ല, ഞാൻ അങ്ങനൊന്നും തെറ്റിപ്പോകില്ല, അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ എനിക്കുണ്ട് എന്നല്ലേ ഒരു മനുഷ്യൻ പറയുള്ളൂ. അത് പറയൽ കേൾക്കാനാണ് അവരുടെ ആവശ്യം. അവരുടെ അടുത്ത ചോദ്യം എന്താ? ദീൻ സത്യമല്ലേ? ദീനിൻ്റെ പ്രമാണങ്ങൾ വ്യക്തമല്ലേ? ദീൻ സത്യമാണെന്ന് നമുക്ക് ആരുടെ മുമ്പിലും തെളിയിക്കാൻ സാധിക്കൂലേ? അപ്പം എന്താ പറയുക? ഉറപ്പാണ് സാധിക്കും, ദീൻ അള്ളാഹുവിൻ്റെതല്ലേ, അത് സത്യമാണല്ലോ, എന്താ സംശയം എന്ന് ചോദിക്കും. പിന്നെ എന്താ വായിച്ചാൽ കുഴപ്പം? നീ ദുർബലനല്ലല്ലോ, ഇസ്ലാം ആണെങ്കിൽ ശരിയുമാണെന്നുള്ള ഉറപ്പാണ്, പിന്നെന്താ നിനക്ക് വായിച്ചാൽ പ്രശ്നം? നീ എന്തും വായിച്ചോ, എന്തും കേട്ടോ, എന്തും കണ്ടോ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ വളരെ തെറ്റായ വാദമാണിത്. എന്താണ് ഇതിനുള്ള മറുപടി? ഇതിനുള്ള മറുപടി 5 പോയിന്റുകളായി നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീൻ ശക്തമാണ്, അത് പ്രാമാണികമാണ്, അത് ആരുടെ മുമ്പിലും തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, ഉറപ്പാണ്, അതിൽ നമുക്കൊരു സംശയവുമില്ല. പക്ഷേ ദീനിനല്ല പ്രശ്നം, മനുഷ്യരുടെ മാനസികാവസ്ഥക്കാണ് പ്രശ്നം. മനുഷ്യരെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത് എന്താ? വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ്റെ ദൗർബല്യം കാരണം, അവൻ്റെ അറിവില്ലായ്മ കാരണം, അവൻ്റെ പക്വതക്കുറവ് കാരണം ഒരു പക്ഷേ അവൻ തെറ്റിയേക്കാം. അതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായി നമ്മൾ അതിനുള്ള ഉത്തരമായും അതിൻ്റെ ഉത്തരത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ആളോട് നമുക്ക് തിരിച്ച് ചോദിക്കാൻ പറ്റും, ഒരാളും തെറ്റിപ്പോകൂല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ സാധിക്കുമോ? ഒരാളും, ഇസ്ലാം ശരിയാണ്, ഇസ്ലാം 100% ശരിയാണ്, പക്ഷേ ഒരാളും ഒരിക്കലും ഒരു ശുബ്ഹത്തിലും ഒരു ആശയക്കുഴപ്പത്തിലും പെട്ട് തെറ്റിപ്പോവുകയില്ല എന്ന് നിനക്ക് ഉറപ്പ് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും ഉറപ്പ് തരാൻ സാധിക്കുകയില്ല. എങ്കിൽ ആളുകൾ തെറ്റിപ്പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആ സാധ്യത നിലനിൽക്കുന്നു എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആളുകൾക്ക് മുമ്പിൽ എന്തും വായിക്കാനുള്ള പ്രേരണ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക? പിന്നെ എന്ത് ധൈര്യമാണ് ഞാൻ തെറ്റിപ്പോവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ നേരായ മാർഗത്തിൽ, ഹിദായത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. എന്താണിത് ചോദിക്കേണ്ട ആവശ്യം? ഹിദായത്ത് കിട്ടിയ മുസ്ലിമീങ്ങളാണ് തേടുന്നത്. ആ ഹിദായത്തിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതുകൊണ്ടാണ്. ആ ഹിദായത്തിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് റബ്ബിനോട് അതിൽ ഉറപ്പിച്ച് നിർത്തുവാൻ റബ്ബിനോട് നമ്മൾ തേടാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ കുറിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിലെ പ്രത്യേകത എന്താ? യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ. പ്രഭാതത്തിൽ വിശ്വാസിയായവൻ പ്രദോഷത്തിൽ അവിശ്വാസിയാകുന്ന ഒരു കാലഘട്ടം, പ്രദോഷത്തിൽ വിശ്വാസിയായവൻ പ്രഭാതത്തിൽ അവിശ്വാസിയാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയില്ലേ സഹോദരന്മാരെ? എങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് വായിച്ചാലും കണ്ടാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ദീനിനെ ബാധിക്കുകയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക?
അതുപോലെ മൂന്നാമതായി അതിനുള്ള മറുപടിയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ ദീനിൽ തെറ്റിപ്പോകുന്നതിനെ ജാഗ്രതയോടെ കണ്ടിരുന്നത്, അതിനെ ഭയപ്പെട്ടിരുന്നത് ഏറ്റവും ഈമാനുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഈമാനുള്ള ആളുകൾക്കാണ് ഏറ്റവും അധികം ദീനിൻ്റെ വിഷയത്തിൽ തെറ്റിപ്പോകുമോ എന്ന് ഭയവും പേടിയും ബേജാറും ഉണ്ടായിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇമാമുൽ ഹുനഫ, ഇമാമുൽ മുവഹിദീൻ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ചറബ്ബേ എന്നെയും എൻ്റെ മക്കളെയും നീ രക്ഷപ്പെടുത്തണമേ, കാക്കേണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? തൗഹീദിന് വേണ്ടി പടവെട്ടിയ പൊരുതിയ ഇബ്രാഹിം അലൈഹി സ്വലാമാണ്. ആ ഇബ്രാഹിം നബി വിഗ്രഹാരാധന നടത്തുന്നതിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം കാരണവും പറഞ്ഞിട്ടുണ്ട്. ആ ഭയപ്പാടിനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അവിടെയാണ് നമ്മുടെ പോയിന്റ്. റബ്ബി ഇന്നഹുന്ന അദ്ലന്ന കസീറൻ മിനന്നാസ്. റബ്ബേ, ധാരാളം ആളുകളെ വിഗ്രഹങ്ങൾ വഴിതെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ആളുകളെ വഴിതെറ്റിക്കാൻ വിഗ്രഹങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് വിഗ്രഹാരാധനയിൽ ചെന്നുപോയി പെടാൻ, ആ ദുരന്തത്തിൽ ഏർപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് അതിൽ നിന്ന് ജാഗ്രത ആവശ്യമാണ്, അതിൽ നിന്ന് റബ്ബിൻ്റെ സംരക്ഷണം ആവശ്യമാണ്, അതിൽ നിന്ന് ഭയപ്പെടൽ ആവശ്യമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാളും ഈമാനുള്ളവരാണോ നമ്മൾ? ഫിത്തനകൾ കുറവുള്ള കാലഘട്ടത്തിലാണോ നമ്മൾ? ആളുകൾ വ്യതിയാനത്തിൽ അകപ്പെട്ടു പോകുന്നതിൽ കുറവുള്ള സാഹചര്യത്തിലാണോ നമ്മൾ? അതുകൊണ്ട് ഫിത്തനകൾ ആർത്തിരമ്പി വരുന്ന കാലഘട്ടത്തിൽ അതിലേക്ക് പോകാതിരിക്കുക, അതിന് കാരണക്കാരാവാതിരിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമതായി, ഈമാനിൻ്റെ ശക്തി, അതിൻ്റെ അടയാളമാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിഷയത്തിൽ നമ്മളിത് കണ്ടു. അത് മാത്രമല്ല, അടിയുറച്ച വിജ്ഞാനമുള്ളവർ, അള്ളാഹുവിൻ്റെ ദീനിൽ അഗാധ ജ്ഞാനമുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയായി സൂറത്തു ആലി ഇംറാന്റെ 8-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? അഗാധ ജ്ഞാനമുള്ള വിവരമുള്ളവരുടെ പ്രാർത്ഥനയായി റബ്ബ് പരിചയപ്പെടുത്തിയതാണ്. എങ്കിൽ വിവരമില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയധികം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. സ്വഹാബത്തും താബീകളും അത്ബാഉ താബീകളും എല്ലാം പിഴച്ച കക്ഷികളെ കേൾക്കുകയോ പരിഗണിക്കുകയോ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവരെ അവഗണിക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? അവർ അത്രയും ഈമാനുള്ളവരാണ് എന്നുള്ളതാണ് കാരണം. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് മറുപടിയായി നമ്മൾ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാർഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അത് ഒരു ഭയത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അത് ഒരു ദുർബലതയുടെ ഭാഗമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിൽ നമ്മൾ ദുർബലരാണ്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ തീരെ അറിവില്ല, നമ്മൾ അതിൽ വളരെ ദുർബലരാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അത് ബുദ്ധിയുടെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവേകത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വലിയ വില കൊടുക്കുന്ന, അല്ലെങ്കിൽ വലിയ മഹത്വമുള്ള കാര്യമായി നമ്മൾ കാണുന്ന, വിലപിടിപ്പുള്ള വസ്തുവായി നമ്മൾ കാണുന്നൊരു സംഭവം, അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വഴിയിലിട്ട് പോവോ? വിലപിടിപ്പുള്ളൊരു വജ്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആളുകൾ നടന്നു പോകുന്ന റോഡ് സൈഡിൽ നമ്മൾ കൊണ്ടുപോയി ഇടുമോ? ആളുകൾ നടന്നു പോകുന്ന ഏതെങ്കിലും സ്ഥലത്ത് അലക്ഷ്യമായി നമ്മൾ ഇടുമോ? അതോ നമ്മൾ സൂക്ഷിച്ച് ആർക്കും കിട്ടാത്ത തരത്തിൽ അതിനെ വളരെ സംരക്ഷിതമായ തലത്തിൽ അതിനെ എടുത്തു വെച്ച് അതിന് നമ്മൾ സംരക്ഷണം ഒരുക്കുമോ? എന്താണ് ചെയ്യുക? അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ വിലയെക്കുറിച്ച് നമുക്കറിയുമെങ്കിൽ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എപ്പോഴും നമ്മളതിനെ സംരക്ഷിക്കാനാണ് മുതിരുക. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് നഷ്ടപ്പെട്ടു പോകാതെ എടുത്തു വെക്കാനുള്ള പരിശ്രമം ഉണ്ടാവുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ വിവേകമാണ്, അവൻ്റെ ബുദ്ധിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഈമാൻ്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി അത് ഈമാനാണ്, അത് ഹിദായത്താണ്. അതിനെ സംരക്ഷിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
അല്ലാതെ അതിനെ കളഞ്ഞു കുളിക്കുവാൻ, അത് ആർക്കും എടുത്തു പോകുവാൻ, അത് നഷ്ടപ്പെട്ടു പോകുവാൻ അതിന് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിലനിൽക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടുക എന്നുള്ളതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവസാനമായി ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ല ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം അവസാനമായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വായനയും പഠനവും കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വസിയ്യത്തുകൾ, ചില ഉപദേശങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു അബദ്ധധാരണ നമ്മൾ ഒഴിവാക്കണം. വൈജ്ഞാനികമായ വിനയം നമുക്കുണ്ടാകണം. അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അതറിയുവാൻ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട കാര്യം തിരുത്തുവാൻ, അതിനുള്ള ഒരു വൈജ്ഞാനികമായ വിനയമുണ്ടാവുക. ആത്മവഞ്ചനയിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരിക്കലും ഒരു കുറവല്ല. നമ്മുടെ പരിമിതികളും പരിധികളും തിരിച്ചറിയുക എന്നുള്ളതാണ് ബുദ്ധി. അല്ലാതെ അതൊന്നും തിരിച്ചറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് എടുത്തു ചാടി അബദ്ധത്തിൽ ചെന്നുപോയി പെടുക എന്നുള്ളത് അത് അവിവേകമാണ്, അത് വിവരമില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവുകേടും തിരിച്ചറിഞ്ഞ് എൻ്റെ അറിവും അറിവില്ലായ്മയും മനസ്സിലാക്കി നമ്മുടെ അറിവിൻ്റെ തോതനുസരിച്ച് മാത്രം നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതിൻ്റെ തോതനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള വൈജ്ഞാനികമായ വിനയം നമുക്കുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, നമ്മൾ വായനയും അതുപോലെ കേൾവിയുമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തൊരു കാര്യം വായിക്കുകയാണെങ്കിലും ആരുടേത് കേൾക്കുകയാണെങ്കിലും അവരുടെ വിശ്വാസം എന്താണ്, അവരുടെ മാർഗം എന്താണ്, അവരുടെ മൻഹജ് എന്താണ് നമ്മൾ അറിയണം. കാരണം ഏതൊരു മനുഷ്യൻ അവൻ എന്തെഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിലൊക്കെ അതിലൂടെയെല്ലാം അവൻ്റെ വിശ്വാസത്തിൻ്റെ, അവൻ്റെ മൻഹജിൻ്റെ അതിൻ്റെ പ്രതിഫലനം അതിലൊക്കെ ഉണ്ടാകും. അത് നമ്മളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് കേൾക്കുകയാണെങ്കിലും എന്ത് വായിക്കുകയാണെങ്കിലും ഇത് എഴുതിയ, ഇത് പറയുന്നവൻ്റെ വിശ്വാസം എന്താണ്, ഇത് പറയുന്ന വ്യക്തിയുടെ മൻഹജ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ജാഗ്രത നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി, നമ്മുടെ സമയത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും വിലപ്പെട്ട മുതലാണ് നമ്മുടെ സമയം. നമ്മുടെ സമയമെന്നുള്ളത് അത് എങ്ങനെയെങ്കിലും നമുക്ക് കളയാനുള്ളതല്ല. ഉപകാരമുള്ള, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. വായിച്ചാലും പഠിച്ചാലും കേട്ടാലും അറിഞ്ഞാലും മനസ്സിലാക്കിയാലും തീരാത്തത് ഒരുപാടുണ്ട്. അതുണ്ടായിരിക്കെ ഒരു ഉപകാരവുമില്ലാത്ത, പലപ്പോഴും ഉപദ്രവകരമായ കാര്യങ്ങളെ പിന്നാലെ വിലപ്പെട്ട നമ്മുടെ സമയം നമ്മൾ കൊടുക്കാതിരിക്കുക, നമ്മുടെ അധ്വാനം നമ്മൾ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നാലാമതായി, വളരെ പ്രധാനപ്പെട്ട കാര്യം, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഖ്ദിയായ വായന നമുക്കുണ്ടാകണം. കാര്യങ്ങളെ നമ്മൾ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, ക്രിറ്റിക്കൽ മൈൻഡോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്തൊരു കാര്യം നമ്മൾ കാണുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും നിരൂപണത്തിൻ്റെ മനസ്സോടുകൂടിയായിരിക്കണം നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ചും നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരായ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ അറിയപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കെതിരായ കാര്യങ്ങൾ നമ്മൾ ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ അത് അതുപോലെ വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത്, അത് അതുപോലെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും അല്ല ചെയ്യേണ്ടത്. മറിച്ച് ഒരു ക്രിറ്റിക്കൽ മൈൻഡോടുകൂടി, നിരൂപണ മനസ്സോടുകൂടി ആയിരിക്കണം അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിന് നമ്മൾ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഈമാനിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമുക്കറിയാമല്ലോ, ഈമാൻ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇസ്ലാമിൽ ഒരു കാര്യത്തെ സ്വീകരിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ്, കാര്യങ്ങൾക്ക് തെളിവെടുക്കേണ്ട പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, അത് ഖുർആനും സുന്നത്തുമാണ്, നമുക്കറിയാമല്ലോ. ആ അടിസ്ഥാന പ്രമാണങ്ങളിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ മുറുകെ പിടിച്ച് നിലകൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതൊരാശയം നമ്മളിലേക്ക് വന്നാലും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ആറാമത്തെ ഒരു വസിയ്യത്തായി ഷെയ്ഖ് പറയുന്നത്, നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലുമെല്ലാം അതിൽ നമുക്ക് നിർദ്ദേശം തരാൻ സാധിക്കുന്ന ഒരു ഉപദേശകൻ, നമുക്ക് കാര്യങ്ങൾ കൂടിയാലോചിക്കാൻ കഴിയുന്ന വിവരമുള്ള ഒരാൾ നമുക്കുണ്ടാകണം. നമുക്ക് കാര്യങ്ങൾ കൂടിയാലോചിക്കാവുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മതവിദ്യാർത്ഥി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ, നമ്മൾ എന്ത് വായിക്കണം, എന്ത് കേൾക്കണം, ഇത് കേൾക്കാൻ പറ്റുമോ, കേൾക്കാൻ പറ്റൂലേ, വായിക്കാൻ പറ്റൂലേ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന വിശ്വസ്തരായ ഉപദേശകർ അല്ലെങ്കിൽ വിശ്വസ്തരായ കൂടിയാലോചിക്കാൻ ഉതകുന്ന ആളുകൾ
നമുക്കുണ്ടാകണം. അവരോട് ചോദിച്ചും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആദ്യം എന്താണ് വായിക്കേണ്ടത്, പിന്നെ എന്താണ് കേൾക്കേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിയായ രീതിശാസ്ത്രത്തോടുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ തദറുജ് ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആദ്യം പഠിക്കേണ്ടത് ആദ്യം പഠിച്ച്, ആദ്യം കേൾക്കേണ്ടത് ആദ്യം കേട്ട്, അങ്ങനെ ഘട്ടം ഘട്ടമായിക്കൊണ്ടായിരിക്കണം നമ്മൾ വിജ്ഞാന സമ്പാദന രംഗത്ത് നമ്മൾ ഏർപ്പെടേണ്ടത്. എട്ടാമതായി, ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു രാവ് കൊണ്ട് ഒരു രാത്രി കൊണ്ട് ആലിമുൽ അല്ലാമയാകണമെന്ന് വിചാരിച്ചാൽ അസംഭവ്യമാണ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്തുകൊണ്ടേ അള്ളാഹുവിൻ്റെ ദീനിൽ അഗാധ ജ്ഞാനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കണമെങ്കിൽ അത് ദിവസങ്ങൾ രാവും പകലും ചെലവഴിച്ച് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും എടുക്കുമ്പോഴേ പാണ്ഡിത്യം നേടിയെടുക്കുവാൻ, അള്ളാഹുവിൻ്റെ ദീനിൽ അറിവ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് എനിക്ക് പണ്ഡിതനാകണം, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ അത് സംഭവിക്കുകയില്ല, അത് അസംഭവ്യമാണ് നമ്മൾ തിരിച്ചറിയുക. ഒമ്പതാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി പ്രാർത്ഥിക്കുക, ഹിദായത്തിനെ തേടുക, സ്ഥിരതയെ തേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഹിദായത്തുള്ളത്. അവനാണ് ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നവൻ. അവൻ്റെ കയ്യിലാണ് എല്ലാ നന്മയും നിലകൊള്ളുന്നത്. റബ്ബിനോട് തേടുക. പത്താമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര വായിച്ചു എത്ര കേട്ടു എന്നതിനല്ല പ്രസക്തി, എങ്ങനെ വായിച്ചു, എങ്ങനെ കേട്ടു, എങ്ങനെ പഠിച്ചു എന്നതിലാണ് പ്രസക്തി. കുറേ വായിക്കുക എന്നുള്ളതല്ല, കുറേ കേൾക്കുക, കുറേ മനസ്സിലാക്കുക എന്നുള്ളതല്ല. വായിക്കുന്ന, പഠിക്കുന്ന, കേൾക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, അത് കൃത്യമായി മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? അല്ലെങ്കിൽ കുറേ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടിക്കൊണ്ടേയിരിക്കും, കുറേ അവ്യക്തതകൾ, കുറേ ചോദ്യചിഹ്നങ്ങൾ മനസ്സിലിങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. വ്യക്തമായ ഒരു വിഷയത്തിലും വ്യക്തമായ ധാരണയും അറിവുമില്ലാതെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. 11ാമത്തെ വിഷയം, നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ മറ്റു പല വീക്ഷണങ്ങൾ, പല ആശയധാരകൾ, അതിനെയൊക്കെ നമ്മൾ അളക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മുടെ മാനദണ്ഡം അത് വഹ്യ് ആയിരിക്കണം, വഹ്യിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലെങ്കിൽ ആ വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ, ശരിയായ അറിവിനെ തെറ്റില്ലെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വഹ്യിനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, പല അബദ്ധ ജടിലമായ ധാരണകൾ, പല അബദ്ധങ്ങൾ, പല തെറ്റായ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ അത് കാരണമാകും. 12ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായന എന്നുള്ളത് ഒരു മാർഗം മാത്രമാണ്, അത് ലക്ഷ്യമല്ല. വായന എന്നുള്ളത് ലക്ഷ്യമായി തീരുക എന്നുള്ളത് വലിയ ദുരന്തമാണ്. വായന തന്നെ ലക്ഷ്യമായാൽ ആ എന്ത് വായിക്കണമെന്നുള്ള ലക്ഷ്യബോധം നഷ്ടപ്പെടും, എന്തിനു വേണ്ടി വായിക്കണമെന്നുള്ള ലക്ഷ്യബോധം നഷ്ടപ്പെടും. ലക്ഷ്യമെന്നുള്ളത് വായനയല്ല, ലക്ഷ്യമെന്നുള്ളത് പരലോക വിജയമാണ്. ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യവാന്മാരാവുക എന്നുള്ളതാണ്, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. അതുപോലെ അല്ലാതെ വായന ലക്ഷ്യമാകാൻ പാടില്ല എന്നുള്ളതാണ്. 13ാമത്തെ വിഷയം എന്നുള്ളത്, ശരിയായ വിശ്വാസം കൊണ്ട് നമ്മളെ സംരക്ഷിക്കുക. സത്യസന്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തിന് കോട്ട തീർക്കുവാൻ, സംരക്ഷണം തീർക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കേണ്ട, ഒന്നാമത് നമ്മൾ പരിഗണിക്കേണ്ട വിഷയം ഇസ്ലാമിക വിശ്വാസങ്ങൾ, അടിസ്ഥാന വിശ്വാസങ്ങൾ കൃത്യമായി ആഴത്തിൽ തെളിവ് സഹിതം പഠിക്കുക എന്നുള്ളതിനാണ്. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം, പ്രാമുഖ്യം നമ്മൾ കൊടുക്കേണ്ടത്. 14ാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് നമ്മുടെ ദീനാണ്. അള്ളാഹു നമുക്ക് തന്ന അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനിൻ്റെ വില നമ്മൾ തിരിച്ചറിയുക, അങ്ങനെ ആ ഒരു ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. 15ാമതായി, നമ്മുടെ ഹൃദയത്തെ സ്പോഞ്ച് പോലെ ആക്കാതിരിക്കുക. അങ്ങനെ തന്നെയാണ് ഷെയ്ഖ് പറയുന്നത്, വലാ തജ്അൽ ഖൽബക ഇസ്ഫൻജ, നിന്റെ ഹൃദയത്തെ നീ സ്പോഞ്ചാക്കരുത്. എന്താ അതിൻ്റെ ഉദ്ദേശം? എന്ത് ആശയക്കുഴപ്പം കേൾക്കുമ്പോഴും അത് അതുപോലെ വാരി ഇങ്ങോട്ട് വിഴുങ്ങുക, അതതുപോലെ മനസ്സിലായിട്ട് കുടിയിരുത്തുക. എന്ത് ചോദ്യം കേൾക്കുമ്പോഴും അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുക. അങ്ങനെയാകരുത് നമ്മുടെ മനസ്സ് കണ്ണാടി പോലെയാകണം എന്നാണ് ഷെയ്ഖ് പറയുന്നത്. എന്താ കണ്ണാടിയുടെ പ്രത്യേകത? കണ്ണാടിയിൽ വെളിച്ചം തട്ടിയാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് മനസ്സിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകും, അത് മനസ്സിലേക്ക് ഇറങ്ങൂല. അങ്ങനെ ഒരു സംശയമുണ്ട്, അത് സംശയം അവിടെ നിലനിർത്തും. അതൊരു പ്രശ്നമായി, വിശ്വാസത്തെ ബാധിക്കുന്ന, നമ്മുടെ ആദർശത്തെ ബാധിക്കുന്നൊരു വിഷയമായി മനസ്സിൽ കുടിയിരുത്തുന്ന സാഹചര്യം അതുണ്ടാകാതെ അതിനെ ഒരു പ്രശ്നമായി മാത്രം നോക്കിക്കണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുക.
എന്നുള്ളത്, ആ തരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 16-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരിൽ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം. എന്താണ് അവരിൽ നമുക്കുള്ള ഗുണപാഠം? അവർ എന്തുകൊണ്ട് വ്യതിചലിച്ചു, അവർ എന്തുകൊണ്ട് ദീനിൽ തെറ്റിപ്പോയി, അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ പലപ്പോഴും തെറ്റായ പല വിജ്ഞാന സമ്പാദന മാർഗങ്ങളിലൂടെ അറിവ് സ്വീകരിച്ചതുകൊണ്ടാണ്. എങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം മാർഗങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അവിടെ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ, അവർ വീണു പോകാതിരിക്കുവാൻ അത് നമുക്ക് കാരണമായി തീരും. 17-ാമത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിജ്ഞാന സമ്പാദന രംഗത്ത് സാഹസികതയ്ക്ക് നമ്മൾ മുതിരരുത് എന്നുള്ളതാണ്. എപ്പോഴും സൂക്ഷ്മതയുടെ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സൂക്ഷ്മമായി കാര്യങ്ങൾ, പക്വമായി, അവധാനതയോടുകൂടി മാത്രം കാര്യങ്ങളെ നമ്മൾ സമീപിക്കുക. എന്തൊരു കാര്യത്തെയും അതിനെക്കുറിച്ച് എടുത്തു ചാടിക്കൊണ്ടുള്ള സമീപനം നമ്മൾ ഒഴിവാക്കുക. 18-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള തെൽബീസാത്തുകൾ, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ പല ഗ്രന്ഥങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ കാണും. പലപ്പോഴും നമ്മൾ വായിക്കുന്നൊരു പുസ്തകം, നമ്മൾ കാണുന്ന ഒരു വീഡിയോ, അത് എന്തെങ്കിലും ഒരു നമുക്ക് ഉപകാരമുള്ള കാര്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും, നമുക്ക് കേൾക്കാവുന്നതായിരിക്കും, നമുക്കറിയാവുന്ന വിഷയമായിരിക്കും. പക്ഷേ അതിനിടയിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കാൻ നമുക്ക് സാധിക്കണം. അതിനിടയിലൂടെ അവർ ഒളിച്ചു കടത്തുന്ന തെറ്റായ ആശയധാരകളുണ്ടാകും, തെറ്റായ ആദർശങ്ങളുണ്ടാകും. അതിനെ മനസ്സിലാക്കുവാൻ, വരികൾക്കിടയിൽ നിന്നത് മനസ്സിലാക്കി അതിൽ നിന്ന് ജാഗ്രത ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം, അതിൽ നിന്ന് ജാഗരൂകരാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ 19-ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹൃദയങ്ങൾ ദുർബലമാണ്. മനുഷ്യരുടെ ഹൃദയങ്ങൾ ദുർബലമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യ ഹൃദയങ്ങൾ. ഏത് സമയവും ചാഞ്ചാടും. ഹൃദയത്തിന് അറബിയിലുള്ള പേര് തന്നെ കൽബി എന്നാണ്, ചാഞ്ചാടുന്നത്, മാറിമറിയുന്നത്. ആ ദുർബലമായ ഹൃദയങ്ങൾ ദുർബലമാണെന്നിരിക്കെ ശുബ്ഹാത്തുകൾ, ആശയക്കുഴപ്പങ്ങൾ ഹൃദയങ്ങളെ വലിച്ചു കൊണ്ടുപോകുവാൻ, ഹൃദയങ്ങളെ കൊളുത്തി വലിക്കുവാൻ ശേഷിയുള്ളതാണ് ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവുക. 20-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അറിയപ്പെടുക എന്നുള്ളത്, വളരെ അറിയപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും അത് ശരിയാകുവാൻ, അല്ലെങ്കിൽ ആ സ്രോതസ് സത്യസന്ധമാകുവാൻ, വിശ്വസനീയമാകുവാനുള്ള മാനദണ്ഡമല്ല. അറിയപ്പെടുന്ന ഒരുപാട് സ്രോതസ്സുകൾ ലോകത്തുണ്ട്, അറിയപ്പെടുന്ന ഒരുപാട് വിജ്ഞാന സമ്പാദന മാർഗങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ അതെല്ലാം വിശ്വസനീയമായ സ്രോതസ്സുകളല്ല. അതെല്ലാം നമുക്ക് 100% ഇസ്ലാമികമായി അവലംബിക്കാവുന്ന മാർഗങ്ങളല്ല. അതുകൊണ്ട് അറിയപ്പെട്ട ഒരു മാർഗമാണല്ലോ, അറിയപ്പെട്ട ചാനലാണല്ലോ, അറിയപ്പെട്ട വ്യക്തിയാണല്ലോ എന്നതുകൊണ്ട് മാത്രം നമ്മളൊരു കാര്യത്തെ നമ്മുടെ അറിവ് സ്വീകരിക്കാനുള്ള മാർഗമായി സ്വീകരിക്കാൻ പാടില്ല. അടുത്തതായി 21-ാമത്തെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്ന, വ്യതിയാനങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില പുസ്തകങ്ങൾ, ചില ഗ്രന്ഥങ്ങൾ നമ്മുടെ കൂട്ടുകാരാക്കി മാറ്റാൻ, പ്രത്യേകിച്ച് അറബി അറിയുന്ന, ജാമിഅയിൽ പഠിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ, അല്ലാത്തവർക്ക് അത്തരത്തിലുള്ള മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെ നമുക്ക് മലയാളക്കരയിൽ പണ്ഡിതന്മാർ രചിച്ച പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ചില പുസ്തകങ്ങളുടെ പേര് ഷെയ്ഖ് ഹഫിദഹുല്ലാ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആവർത്തിച്ച് വായിക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് ഷെയ്ഖ് പറയുന്നത് തഫ്സീറുസ് സഅദി, ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലയുടെ തഫ്സീർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നേർപ്പദം വാരികയിലൂടെ അതിൻ്റെ പരിഭാഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെ നമുക്കത് വായിക്കാൻ പറ്റും. അത് അല്ലാത്തവർക്ക് അറബി അറിയുമെങ്കിൽ ആ ഒരു തഫ്സീർ മുഴുവനായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ തഫ്സീർ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്ന് നമുക്കൊരു സംശയം വന്നാൽ, ഒരു ആശയക്കുഴപ്പം നേരിട്ടാൽ നേരെ തഫ്സീർ സഅദി എടുത്ത് മടിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ശരിയായ ആശയം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, മുൻഗാമികൾ അതിനെ മനസ്സിലാക്കിയ രീതി എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ അത് മതിയായതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥം അദ്ദാഉ വദ്ദവാ എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അൽ ജവാബു ഷാഫി എന്നറിയപ്പെടുന്ന അദ്ദാഉ വദ്ദവാ എന്നുള്ള ഗ്രന്ഥം, അത് വളരെ പ്രധാനമായ, പ്രത്യേകിച്ചും
വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അറിവ് പഠിക്കുന്ന ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഗ്രന്ഥമാണ് അദ്ദാഉ വദ്ദവാ. ആദ്യമായി നമ്മൾ വായിക്കേണ്ട തസ്കിയത്തിൻ്റെ, നമ്മുടെ മനസ്സ് നന്നാക്കുവാൻ നമ്മൾ വായിക്കേണ്ട ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് അദ്ദാഉ വദ്ദവാ. അതുപോലെ മൂന്നാമതായി ഷെയ്ഖ് പറയുന്ന ഗ്രന്ഥം അൽ ഇർഷാദ് ഇലാ സഹീഹിൽ ഇഅ്തിഖാദ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലയുടെ ഗ്രന്ഥം. വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ നമ്മുടെ ജാമിയയിൽ ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില വൈജ്ഞാനിക മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, പഠിക്കുക, അത് ആവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയും അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ വിജ്ഞാന സമ്പാദന രംഗത്ത് നമ്മുടെ അടിസ്ഥാനങ്ങളായി നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗ്ഗങ്ങളായി നമ്മളതിനെ കാണുക. വിശ്വസനീയമായ മാർഗ്ഗങ്ങളിൽ നിന്ന് മാത്രം അറിവ് നേടുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക് അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ وزدنا علما يا كريم. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها ومن نفس لا تشبع. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.